എടാ ഇതെന്താന്ന് പാടെ വാനരപ്പട നടന്നു വരുന്ന പോലെ വരുന്നുണ്ട്. കാര്യം ഒരു ആദിവാസി കൂട്ടം ബാംബു ബോയ്സ് നടന്നു വരുന്ന പോലെ ഇത് നോക്കേ. ഈ മമ്മൂർ റാം പോലെ ഇവനെ നോക്കത്. ഇതെന്താണ് ശരിയായ ബാംബു ബോയാന്ന്. ശരിയായ ബാംബു ബോയ് നീയാ? പിന്നെ എന്താണോ നീ പറയുന്നത്? നിന്റെ കണ്ണട നോക്ക്. നീ ശരിയായ നേട് ലുക്കിലാ ഉള്ളത്. നീ അപ്പൊ ഗൈസ് എൽ ക്യാമറയോ എന്ത് പറ്റും അവിടെ ഇങ്ങനെ കിട്ടും. അവിടെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, നമ്മളെ എന്താ പറയാ, നമ്മളെ IRL ചെയ്യുന്ന ഡിവൈസ്, അതായത് നമ്മളെ ക്യാമറ പ്ലസ് IRL ഡിവൈസ്, ബോണ്ടിങ് ഡിവൈസ് എല്ലാം കൂടിയിട്ടുള്ള നമ്മളെ സെറ്റ് പണിയായിട്ട് നമ്മൾ ഡൽഹിയിൽ അയച്ചു കൊടുത്തിട്ടുള്ള. ഇപ്പൊ നമ്മൾ ലൈവ് ചെയ്യുന്നത് ഫോണിലാണ്, മനസ്സിലായി? ഐഫോണിലാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ക്വാളിറ്റി പ്രതീക്ഷ മതി. പിന്നെ പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്യുന്ന ഒരു IR, നമ്മളിതൊന്നും പ്ലാൻ ചെയ്തില്ല, പെട്ടെന്ന് ഇറങ്ങേണ്ട വന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയെല്ലാം ക്വാളിറ്റി പ്രതീക്ഷ മതി. അടുത്ത IR മുതൽ നമ്മൾ ഡിവൈസിൽ ചെയ്യും. അപ്പം W ക്വാളിറ്റി ആയിരിക്കും. ഇപ്പൊ ഈ ക്വാളിറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് ദൂരം മൈക്കുണ്ട്, പേടിക്കണ്ട, ദൂരം. നീ ബാക്കിലേക്ക് നോക്കി നടന്നു കേട്ടോ. എടാ മുത്ത എന്താ പ്രശ്നം അറിയാം? ഞാൻ അതിന്റെ ബൗൺസേഴ്സിൽ വെച്ചറിയോ, എന്തായാലും ബീച്ചിൽ ഇറങ്ങിയാൽ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വരും അല്ല. ഫോട്ടോ എടുക്കാൻ വന്നാൽ പിന്നെ ഇവിടെ നമ്മളെ ഇത് നടക്കൂല, മനസ്സിലാവും? എല്ലാവരും അല്ലടാ. അല്ലെങ്കിൽ നമ്മൾ പുറത്തെല്ലാം പോകുമ്പോ 1-2 ആൾക്കാരുടെ ഫോട്ടോ എടുക്കാൻ വന്നാൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ ബീച്ച് പോലത്തെ സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് ഈ ലൈവ് മൊത്തം ഫോട്ടോ എടുക്കൽ മാത്രമാവും. അപ്പൊ ആൾക്കാർക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അത് മനസ്സിലാവും. അപ്പൊ നിങ്ങളൊന്ന് കേട്ടോ, നിങ്ങളെ ഇവരോടും കൂടി ഒന്ന് പറഞ്ഞു. ഈ എന്നിട്ട് കണ്ടറാ ഇപ്പൊ ഞാൻ കണ്ടറാ തന്നെ. ഇതാരാ ഇതൊന്നും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരല്ല. ഇതെന്താ നടക്കുന്നത് ഇവിടെ? ഇതെന്താ നടക്കുന്ന? ഷെയ്ക്ക് ആകുന്നുണ്ടെന്നാ. എടാ ഷെയ്ക്കാവും ഫോണിലാ ചെയ്യുന്നത്. ഇതാരാ? പേരെന്താ? എന്താ പേര്? എന്തല്ല സുഖല്ല. ബോഡിഗാർഡ് പ്ലീസ് ഹെൽപ്പ്. എടാ റോഡൊന്നും ബ്ലോക്ക് ആക്കല. റോഡൊന്നും ബ്ലോക്ക് ആക്കല. ഇവനാടാ മുസ്തഫാടാ. എടാ എങ്ങോട്ടേക്കാണ്? ആദ്യം ബീച്ചിൽ വന്നാ ഫസ്റ്റ് പോകേണ്ട സ്ഥലം പറ. ചെക്കന്മാരൊന്ന് മാറ്റണം. ഓക്കെ എങ്ങോട്ടാ? അഖില് നോക്കിയ ഇതെന്താ സംഭവം? ബീച്ച്, കോഴിക്കോട് ബീച്ച്. എടി ഇതെന്താ സംഭവം അഖില? ഇതെന്താ? എടി ഇത് മിക്കവാറും നെറ്റ് കട്ടാവും. ഇത് ആള് കൂടുതലല്ല, നെറ്റ് കട്ടാവും. കുറെ സിം ഒരുമിച്ച് വരുമ്പോ കുറെ സിം ഒരുമിച്ചുള്ള ഏരിയയിൽ നെറ്റ് കട്ടാവും. എടാ മുത്ത് ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ് നമ്മളൊന്ന് എന്താ എൽ ബോഡിഗാർഡ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊരു കൈ ഇങ്ങനെ ഇത് സീനാവും. ജാസി ഔട്ട്ഫിറ്റോ? ജാസി മാറ്റാൻ മതി. എന്തല്ല അസുഖല്ല. ഐഷോ സ്പീഡ് അല്ല, ഇത് കേക്ക് ഐഷോ സ്പീഡ് 144p എന്ന് പറയുന്നുണ്ട്. സ്പീഡിന്റെ നമുക്കാരോ ഗിഫ്റ്റ് കൊടുത്തിരുന്നുണ്ട്. എന്താ പേരെന്താ? മൻസൂർ. IRL ആദ്യത്തെ ഗിഫ്റ്റ്. ഇതെന്താ തിന്നുന്നെങ്കിലോ? ആദ്യമായിട്ട് നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. എങ്ങോട്ടേക്കാ? ഏതോട്ടേക്കാ? ഇവിടെ ഫുള്ള് റൗണ്ട് വലിയ റൗണ്ടായിട്ട് നെറ്റ് നോക്കിയാ മുത്ത നെറ്റ് നോക്കിയാ താങ്ക് യു. ഓക്കെ, എനിവേസ് സ്റ്റാർട്ട്. ഞാൻ പറയുന്നത് വെച്ചാല് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് പോകുമ്പോഴാണ് ഇത് സ്പ്രെഡ്. ഒരു ഒരു റൗണ്ട് ആണോ?
അങ്ങനെ ചെയ്യാൻ പറ്റും. എടാ ഇത് സ്റ്റാർബക്സാ, അല്ലാണ്ട് തട്ടുകടയല്ല. എന്തല്ല ഗൈസ്, ഞാൻ പറയട്ടെ, എടാ ഇങ്ങനെ ആയ പരിപാടി നടക്കൂല. ഈ സാഗിൽ ക്യാമറമാൻ ഇങ്ങോട്ട് പിടിക്ക്. നമുക്ക് കഞ്ഞിയും പരിപ്പന്നെ കുടിക്കാം, അതേ നടക്കൂ ഈ ആൾക്കാരുടെ. ഇതെന്താ അയാളെ പിടിച്ച് പുറത്താക്കി. ആര് ഈ നെറ്റ് ഓക്കെ നോക്കിയാ? ഓക്കെ, പറ എന്താ ചെയ്യാ പറ. ഞമ്മല്ലേ കറക്റ്റ് സെന്ററിൽ ഇറങ്ങിയിട്ട് വലിയ റൗണ്ട് ആക്കിയാൽ മതിയോ? ഡാൻസ് കളിക്കാം, പാട്ട് വെച്ച് ഡാൻസ് കളിക്കാം. സെറ്റപ്പ് അല്ല. ഞാനൊരു കാര്യം ചോട്ടെ, ഇങ്ങനെ പെർമിഷൻ ഇല്ലാണ്ട് ക്രൗഡെല്ലാം വന്നിട്ട് സീനാവോ? പോലീസ് വരുമോ? നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ? അങ്ങനെയാ എടുത്തോ. പാട്ട് വെച്ച് ഡാൻസ് കളിക്കാൻ പോരാ? അങ്ങനെ എടുത്തോ മോളെ. ഞാൻ ലൈവ് ചെയ്തോണ്ടിരിക്കാം മോളെ, പ്ലീസ്. പോലീസ് ചാറ്റിൽ എല്ലാവരും പോലീസ് എന്ന് പറഞ്ഞ സ്പാം എന്തോ വന്നോട്ടോ. ഇതാരാണ്? എന്തല്ല സുഖല്ല? അതാണ് ഞാനും ആലോചിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? നമ്മളെ ചെക്കന്മാർ കുറച്ചൊക്കെ വന്നിട്ടില്ല, പ്രശ്നം. കുറച്ച് സമയം സമാധാനത്തോടെ പിന്നെ സ്റ്റാർബക്സിനുള്ളിലേക്ക് ആൾക്കാരെല്ലാരും സ്റ്റാർബക്സിൽ കയറിയിട്ട് സാധനങ്ങളെല്ലാം പൊട്ടും. ഞാൻ പുറത്ത് കുളിക്കുമ്പോ വന്നാൽ മതി, ഞാൻ റൗണ്ട് ചെയ്തരാം. ആരെങ്കിലും ഒരാള് പറ, ഞാൻ ആര് പറഞ്ഞു? അല്ല, ഓനെ ഇറങ്ങാൻ ഓക്കെ, കമോൺ. ഗൈസ്, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് IR ചെയ്യാൻ പറ്റില്ല. ഇവിടെ കയറി ഇവിടെ നിന്നിട്ട് താറ്റ് ഇതാക്കാം. ഓക്കെ, എനിവേസ് സമീപനം പാലിക്കുക. നീ എന്ത് ഡ്രസ് ഇട്ടിട്ട് പറയുന്നത്? സമീപനം പാലിക്കുക. എടാ, നീ ഇത് പറഞ്ഞ ആരും സീരിയസ് ആയിട്ട് എടുക്കൂല, കാരണം നിന്റെ വേഷം അതാണ്. എടാ, ഇത് സിഗ്നേച്ചറാണ്. ലൈവിന്റെ ഇടയിൽ ആരെല്ലാം സാമാനിൽ പിടിച്ചിട്ടാ. എന്താ പ്രശ്നം അറിയോ? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് IR ചെയ്യാൻ പറ്റില്ല, മനസ്സിലായി? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ IR ചെയ്യാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല. എടാ മുത്തേ, ഞാനൊരു കാര്യം പറ്റേ, ഞാൻ സമാധാനത്തിൽ IR ചെയ്യട്ടെ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് IR ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ എന്തെങ്കിലും പരിപാടി ചെയ്യാം, ഡാൻസ് കളിക്കാൻ, പാട്ട് പാടാനെല്ലാം വിചാരിച്ചിട്ട് വന്നത്. പക്ഷെ ഇത് നിക്കാൻ സ്ഥലമില്ലാണ്ട്. എന്താണ് ക്രൗഡ് പോളി? എടാ, ഇത് നോക്ക്, ചാറ്റിൽ മൊത്തം പോലീസ് എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് സംയമനം പാലിക്കണം. ഞാൻ ഒന്ന് റൗണ്ട് അടിച്ച് ബീച്ചിലൊന്ന് കാണട്ടെ, പ്ലീസ്. ഓക്കെ, മനസ്സിലാവും? എന്തല്ല സുഖല്ല? എടുത്തോളൂ. നമുക്ക് ആദ്യം മറ്റു സാധനങ്ങൾ നിങ്ങൾക്ക് പ്രൈസ് ഉണ്ട് എന്നുള്ള സാധനം നിങ്ങളായിട്ടാണ് ചലഞ്ച് എന്നുള്ള സാധനമാണ് സ്പെൻഡിങ്. എന്ത് ചലഞ്ചാ? അതായതില്ലേ, നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാ. നിങ്ങൾക്കുള്ള ആർക്കും പങ്കെടുക്കാം, പ്രൈസ് ഉണ്ടാവും അല്ലേ? പ്രൈസ് ഉണ്ടാവും. സ്ഥലം വേണം, എന്നാലേ നടക്കും.
ഇത് ഞാൻ പറയുന്ന IR കൊളായി. അതാണ് എനിക്ക് വന്ന് IR കൊളായി. അതാ സംഭവം. നമ്മൾ വിചാരിച്ച പോലെ ഞാൻ എനിക്ക് നടക്കാൻ പറ്റുമോ? അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ട് എന്തെങ്കിലും ഓരോ ഷോപ്പിൽ കയറി ഫുഡെല്ലാം കഴിച്ച് ഡാൻസ് എല്ലാം കളിച്ച് ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റണേല്. നമുക്ക് 2-3 ആക്ടിവിറ്റീസും ചലഞ്ചും പരിപാടി കാര്യങ്ങളൊക്കെ അപ്പൊ ഒന്ന് എന്തായാലും നമ്മൾ സിംഗിൾ സെറ്റ് ചെയ്താലേ കാര്യം നടക്കൂ. റൗണ്ട് ആക്കി ഒന്ന് പ്ലീസ് ചെറിയ റൗണ്ട് നമ്മളെ ക്യാമറ സൈസ് കൊടുക്കണേ. ചെറിയ റൗണ്ട് ഓക്കെ ഞാൻ പറയുന്നതൊക്കെ ഞാൻ പറയുന്നതൊക്കെ എടാ മിണ്ടാടിക്ക്. ഞാൻ പറയുന്നതൊക്കെ ചാറ്റല്ല ജനങ്ങളെ ഞാൻ പറയട്ടെ ഒരു മിനിറ്റ് ഓക്കെ. നിങ്ങളെ കൂട്ടത്തില് എടാ ഒന്ന് സൈഡ് നിങ്ങളെ കൂട്ടത്തില് കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരുന്നതാണ്. കാരണം എന്ന് വെച്ചാല് നമ്മളിവിടെ കോഴിക്കോട് ബീച്ചിൽ IR ഇടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ MRGയിലേക്ക് 10ാമത്തെ ഒരു മെമ്പർ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഒരു കഴിവേറി നമുക്ക് ആവശ്യമുണ്ട്. മനസ്സിലായി? ഒരു കഴിവേറി നമ്മൾ നീയാ ഉണ്ടോ? എന്താ കഴിവ്? പാട്ട് പാടാ മതി, ഡാൻസ് ചെയ്യാൻ മതി. ഒന്ന് സ്പേസ് ഉണ്ട്. ഓക്കെ, നീ ഇവിടെ ഓളം ഉണ്ടാക്കണം. ക്രൗഡിന് ഓളം ഉണ്ടാക്കണം. അത് ഞാൻ നിന്റെ ജോലി. പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഓളം ഉണ്ടാക്കണം. പോലീസെന്നോ ബ്രോ? എൽ ബൗൺസേഴ്സ് ബ്രോ. ഒരു റൗണ്ട് എന്റെ ഫോണിന്റെ ചെക്കന്മാരാ ചോദിച്ച ഗ്യാങ്ങിലേക്ക് 10ാമതൊരു കഴിവാറിന് ആവശ്യമുണ്ട്. ഒരു കഴിവാറി നമുക്ക് വേണം. ഇവൻ പറയുന്നത് നോക്കണ്ട. പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ ആൾക്കാർ മുമ്പോട്ട് വരാൻ കളിക്കുക. ഈ 10ാമത് കഴിവാറി ഒന്ന് മാറ്. നമുക്ക് അവിടെ തന്നെ എന്നാ മതി. എവിടെ ആ ഒരു കറക്റ്റ് സൗണ്ട് അവിടെ നിർത്തിയിട്ട് മുകളിലേക്ക് വ്യൂ ആക്കിയാൽ അങ്ങനെ ആക്കണം. വേണ്ട കുഴപ്പമില്ല. ഇതൊക്കെ അഖില എല്ല്
അതിനുള്ളിൽ ഇരിക്കാം. ഞാൻ ലോക്ക് ചെയ്ത് തരാം. 2 സൈഡ് ഞാൻ നോക്കേ. അപ്പൊ അതിനുള്ള കസ്റ്റമേഴ്സിന് പറഞ്ഞത് അവരെ ഷോപ്പ് നമ്മളങ്ങനെ ലോക്ക് ചെയ്യും. അവരെ ഷോപ്പല്ല ഓവർ പവർ കാണിക്കല്ലേ. ഇത് മൊത്തം എല്ലാം വരുന്നു. ഗോ ഹോം നമുക്ക് നമ്മളെ അവിടെ വീട്ടിൽ പോയി വീട്ടിൽ തന്നെ പോവാം. നമ്മളെ കൊണ്ട് പറ്റൂല. നമുക്ക് ഇത് നമുക്ക് ഒരു മിനിറ്റ് നിനക്കറിയില്ല. നീയാ പറഞ്ഞത് നീയുടെ കോഴിക്കോട് ഞാൻ അറിയോ. ഓക്കെ ഓക്കെ ഇത് നടക്കൂല. എന്റെ എന്താ ആണോ? ഏതില്? ഒമേഗിളിലോ? ഓക്കെ ഓക്കെ എടുത്തോ എടുത്തോ. എടാ എല്ലാരും ഗോ നമുക്ക് മൂവ് ചെയ്യാം. എല്ലാരും ഗോ ഹോം ഗോ ഹോം ചാറ്റ് മൊത്തം ഗോ ഹോം എന്നാ പറയും. ഗോ ഹോം എന്നാ പറയും. അങ്ങനെ തന്നെ മൂവ് ചെയ്യാം. ഒരു മിനിറ്റ്. എടാ ഇത് കൊളായടാ. അയ്യാറിൽ കൊളായി. അയ്യോ ഷമീറ നീ അല്ല ഐഡി വാങ്ങുന്നതാണ്. ഫ്രണ്ട് അല്ല ചോദിക്കും. പിന്നെ ഷമീർ അങ്ങനെ വാങ്ങിയില്ല. ഷമീർ കിങ്. അതിനുള്ള ധൈര്യമൊന്നും ഇല്ല. ഷമീറിനില്ല. ഇല്ല പേടിച്ച് ഷമീർ പേടിച്ച്. എടാ നമ്മളെ നമുക്ക് നാളെ ഞാനൊരു കാര്യം പറയട്ടെ. നാളെ നമുക്ക് പോയിട്ട് വീട്ടിൽ പോയിട്ട് നോർമൽ ലൈഫ് ചെയ്യാം. അതാണ് നല്ലത്. ഇത് നടക്കൂല. എനിക്ക് എന്റെ ചെവിയെന്നെ പൊട്ടുന്നുള്ള സൗണ്ട് കാരണം. അതെല്ലാം ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എനിക്ക് മനസ്സിലായത് സ്പീഡിന്റെ എല്ലാം ബുദ്ധിമുട്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായത്. ഇതെല്ലാം സ്പീഡിനെ കൊണ്ട് നടക്കൂടാ. ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കുന്നു. കാരണം വെച്ചാൽ ഇത് പ്രോപ്പർ പ്ലാൻ ആക്കി അത്രയും 10 ബോഡി ഗാർഡ്സിനെ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ. മനസ്സിലാവും. ഓക്കെ ഇപ്പൊ ശരിയായി വരുന്നുണ്ടല്ലോ. ഇപ്പൊ സെറ്റായി വരുന്നുണ്ടല്ലോ. നമ്മൾ 5 പേരെ റൗണ്ട് ചെയ്തോ. ഓക്കെ ബൈ അഖില ഇതെന്താ സംഭവം? ഇടൊന്നും നടക്കുന്നത്. എന്താടാ ആരോ എന്റെ ബാക്കിൽ പിടിച്ചു നുള്ളി. നല്ല നുള്ളി. ആരാന്ന് എനിക്ക് മനസ്സിലാവില്ല. വാക്കിംഗ് നല്ലത്. അതാ നല്ലത് മോനെ. ഇത്രയും ആൾക്കാരൊക്കെ അല്ല മോനെ. ഒന്ന് മനസ്സിലാക്കടാ. കണ്ണ് കാണുന്നില്ല. ലേറ്റ് കാരണം ഒരു സൈഡ് നടക്കും. അല്ല ഇപ്പറ സൈഡ് മനസ്സിലായില്ലേ? കാര്യം ആണോ? കേരള പോലീസ് സൂപ്പർ ചേർ ചെയ്തിട്ടാ. കേരള പോലീസ് താങ്ക് യു ഫോർ 100 rupees സൂപ്പർ. ഗോ ഹോം എല്ലാം എന്ന് പറയുന്നുണ്ട്. അവിടെ കുഴപ്പമില്ല. ഇങ്ങനെ പോവാ. എടാ മതി
ഫ്രണ്ട് ബ്ലോക്ക് ഫ്രണ്ട് ക്ലിയർ എടാ നിങ്ങൾ പുഷ് ചെയ്താൽ നമുക്ക് പുഷ് ചെയ്ത് കിട്ടോ ഷെമീറ ഷെമീറ എന്താണ് ഓന്റെ ചെരുപ്പ് പോയതാ ഒന്നുകൂടെ സെറ്റായി ആ ഡബിള് എടാ സംഭവമില്ല ക്രൗഡ് നല്ലതാ പക്ഷെ നമ്മളെന്താ പ്രശ്നം അറിയാം നമുക്കിത് ചെയ്യുന്ന ശീലമില്ല ഐഷോ സ്പീഡിൽ ഇത് ഡെയിലി ചെയ്യുന്ന നമുക്കിത് ചെയ്ത് ശീലമില്ല മനസ്സിലാവും അതാ ഇത് കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് സെറ്റാക്കേണ്ട കാര്യം അപ്പം എനിവേസ് ഒരു കൈ പോയിട്ടാണ് ഇതെന്താ നടക്കുന്നുടാ അതാ ഞാൻ പറയുന്നത് ആളൊന്ന് കുറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അവിടെ നിർത്തി നമുക്ക് ഓടാം നമുക്ക് ഓടാം ഞാൻ പറയുമ്പോ അങ്ങ് അറ്റത്തോട്ടാച്ച് ഓടാം എടുത്തെങ്കിലും ഓടാം നേരെ എവിടെയൊക്കെ ഓടിയിട്ട് ഏതെങ്കിലും ഷോപ്പിൽ കയറി ഓടിക്കാം കാര്യം അല്ലേ നമ്മള് വണ്ടി എവിടെയുള്ള വണ്ടി എടുത്തിട്ട് വരുമോ വണ്ടി എടുത്തിട്ട് നമുക്ക് സ്കിപ്പ് ആവാം ഹായ് ബ്രോ ഹലോ സുഖല്ല ഓക്കെ എനിവേസ് ആയില്ല നിക്ക് ഞാൻ പറഞ്ഞ ഓടിപ്പോയി വണ്ടി കയറി രക്ഷപ്പെടാം എന്നിട്ട് ഓടിക്കോണം വേണ്ട അത് വേണ്ട വണ്ടി എടുക്കണം തുടങ്ങിയാലോ റെഡി അല്ല റോഡിൽ ആരെങ്കിലും വണ്ടി എടുത്ത് മരിച്ചോയോ പറഞ്ഞേ ചേട്ടൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറ ഇതെങ്ങനെ രക്ഷപ്പെടും ആ എന്നാ പിന്നെ വണ്ടി എടുക്കാം വണ്ടി എടുക്കാം നീ വണ്ടി എടുത്ത് എടുക്കും ഉറപ്പായിട്ടും മുത്ത സെറ്റ് വേറെ വഴിയില്ല അവസാന അടവ് ഓടാം അത് നല്ല നിക്ക് ആയില്ല നമ്മളെ വണ്ടി വരും അപ്പൊ ഓടാം വണ്ടി ഇവിടെ വരും നമ്മൾ ഇത് വഴിയാന്ന് പറഞ്ഞത് നമ്മൾ ഇവിടെ റൗണ്ടാക്കും അങ്ങോട്ട് ഐലവ് കോഴിക്കോടിന് അടുത്ത് പോവാം അത് നല്ല രസം ഉണ്ടാടാം അവിടെ നിൽക്കണോ നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ അങ്ങോട്ട് ഐലവ് കോഴിക്കോട് അങ്ങോട്ട് പോവാം ആടാ മുത്ത എന്താ ഭാവന അതല്ല ആരല്ലോ വന്ന് തോണ്ടും അതാണ് ചെറുത് അവിടെ ഒരു പാവൊരു ചെറുതാ അതിന് ഓക്കെ ഞാൻ പറയട്ടെ എന്റെ ചെറുത് എടാ ആ കുട്ടികളൊന്ന് മാറ്റോ പ്ലീസ് എടാ ഇതിന്റെ ഇടക്ക് ചെറുതുങ്ങളുണ്ടായി നോക്കണം മൊത്തം ബാഡായി മൊത്തം എനിക്ക് ബാഡ് അടിച്ചു താങ്ക് യു എടാ ചെക്കൻ ഗിഫ്റ്റ് ആണ് ചെക്കൻ നിൽക്കാൻ പറ്റുമോ പറ്റൂല സെക്യൂരിറ്റി കയറാൻ പറ്റില്ല ഇതൊന്നും എടുത്തോ നല്ലൊരു പരിപാടി വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി വന്ന ഗെറ്റിന്റെ കാർ റണ്ണെന്ന് പറഞ്ഞു കാർ ഇപ്പൊ വരും
നമുക്ക് കാറ് ഇല്ല കുഴപ്പമില്ല ഇല്ല കുഴപ്പമില്ല. കുറച്ച് വലിഞ്ഞ ഒന്നാമത്തെ പ്രശ്നം ഇല്ല, സെക്യൂരിറ്റി പറഞ്ഞു പറ്റൂലെന്നോ. ദിസ് ഈസ് ഗോയിങ് ടു ബി ട്രബിൾ എന്ന് പറയുന്നുണ്ട്. എന്റെ സ്ട്രീം ഇടന്നൊക്കെ ഞാൻ ഇതും കൂടി നോക്കട്ടെ, ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ നോക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യാം. ആദ്യം സമാധാനമുള്ള ഒരു സ്ഥലത്തേക്ക് പോട്ടെ. എന്താ ചെയ്യുന്ന ബാഗ് വലിച്ചോ? എടാ നിങ്ങളെ അടിപൊളിയാ, എല്ലാം നൈസാ. നമുക്ക് 2-3 പരിപാടി ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ ക്രൗഡ് നടക്കുന്നില്ല. അപ്പൊ നമ്മൾ പോയത് ആ ലൈവ് കയറിട്ട് അങ്ങോട്ടേ പോവാം. നമുക്ക് വേറെ പോവാം. ഏഴാനും പോവാം. വണ്ടി ഇപ്പൊ പറഞ്ഞല്ല കൂടെ വരും. വണ്ടി വന്നിട്ട് ചേഞ്ച് ലൊക്കേഷൻ, അതാ ചേഞ്ച് ലൊക്കേഷൻ. നിങ്ങൾക്ക് ചലഞ്ചും പൈസ ഒക്കെ കൂടി റെഡിയാക്കി സെറ്റാക്കി വന്നാ ചെയ്യാൻ വേണ്ടിട്ട് കാര്യം നമ്മള് വണ്ടി ഒന്നെങ്കിൽ മൊത്തം തിരിച്ചു പോകും. നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ അതിലവിടെ IPS സാമിയോ ഒരു ഫോട്ടോ എടുത്തോട്ടെ ചേച്ചി. പ്ലീസ് ഒരു മിനിറ്റ്, ഇനി ഇവിടുന്ന് ഓൾറെഡി MVD കേരള സൂപ്പർ ചാരിയറുണ്ട്. MVD കേരള 100 റുപ്പീസ് സൂപ്പർ ചാരിയറ്റ് വെയിറ്റ് ഫോഴ്സ് കമ്മിങ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളെ വണ്ടി എത്തും. നമ്മൾ വണ്ടി കയറി ഒന്ന് പോവുക. കാരണം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാല് കാര്യം ഇവിടെ ഞാൻ സംസാരിക്കുന്നത് പോലെ ഇത് കേൾക്കൂല, അത്രയും സൗണ്ടാന്ന് ഇവിടെ മനസ്സിലാവും. ഞാൻ പറയുന്നത് വെച്ചാല് നമ്മളിവിടെ വരുമ്പോൾ പ്ലാൻ ചെയ്യുന്ന വെച്ചാല് ഇവിടെ ഒരു റൗണ്ട് ആക്കി ഇവിടെ ഡാൻസ് കളിക്കാം, ഫുഡ് കഴിക്കാം, ഫുഡ് ചാലഞ്ച്, പൈസ കൊടുത്തിട്ട് ആൾക്കാർക്ക് ചാലഞ്ച് കൊടുക്കാം. ഇവരില്ലേ 10ാമത്തെ മെമ്പറിനെ നോക്കുന്നുണ്ട്, അതുപോലെ ഇവിടുന്ന് എടുക്കാന്ന് വിചാരിച്ചേ. നിങ്ങൾ ഇങ്ങനൊക്കെ ആക്കുമ്പോ ഒരു പരിപാടി പോലും നടത്താൻ പറ്റില്ല. അല്ല അത് കുഴപ്പമില്ല, എന്തായാലും നമ്മൾ വണ്ടി ഇപ്പൊ വരാം, നമുക്ക് ഇപ്പോൾ എടുത്ത് പോവാം. അടുത്ത തവണ ഇവിടെ വരുമ്പോൾ നമുക്ക് മൊത്തം കാര്യങ്ങൾ സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ. പിന്നെ വെച്ചാൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു സ്ഥലം. അതുകൊണ്ട് ഇത്രയും ആള് ബീച്ചിൽ ഓൾറെഡി ആളുണ്ടല്ലോ. ജസ്റ്റ് ഒരു പരിപാടി ഓൺ ആക്കി വണ്ടി നമ്മള് ഇതിലും സംസാരിക്കാൻ പറ്റൂടാ, ഇതില് വലിയ സൗണ്ട് കേൾക്കും. നിന്റെ കോല എങ്ങനെ കോമാളി തോർത്ത് കാണുന്നില്ല, എന്റെ ബേക്കിൽ ആരെല്ലോ മുമ്പിൽ പിടിച്ച് അള്ളാനെ ജാസിന്റെ തുണിന്റെ ഉള്ളിൽ ആരല്ലോ കൈയിട്ടില്ല കേട്ടോ. സത്യം എന്റെ തോട്ടത്തിൽ പോയി. പാട്ടല്ല, നല്ല പാട്ടൊക്കെ. റോണോ താങ്ക് 100 ഗോ ഹോം എന്ന് പറയുന്നുണ്ട്. ഗോ ഹോം എന്ന് പറയുന്നുണ്ട്. നമ്മ 51K വാച്ചിങ് IRL സ്ട്രീമിലോ 51,000 വാച്ചിങ് ആയിട്ടുണ്ട്. താങ്ക് യു കോഴിക്കോട് സ്നേഹം കാരണല്ല മേശം എന്താന്ന് ഇങ്ങനെ മലബാറിന്റെ തനതായ രീതിയാണ്.
ഇവനെ നമ്മൾ ഒന്നിച്ച് നടത്തിക്കാൻ തന്നെ അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വന്നത്. കാര്യം സർട്ടിഫിക്കറ്റ് അതാ ചെക്കൻ എന്തോ ചോദിക്കുന്നത്. എന്താടാ CA സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആളെ പറ്റിക്കാൻ ചെയ്യുന്നത്. ഇത്രയും ആൾക്കാരെ മുന്നിൽ കേട്ടിട്ടോ എന്ത് കാണിച്ചത്? 1.5 മണിക്കൂറേ വേണ്ട. ട്രെയിൻ വിളിച്ചു പോയാലും കുഴപ്പമില്ല. CA സർട്ടിഫിക്കറ്റ് നാളെ തന്നെ വേണ്ട. അതാ 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 CA സർട്ടിഫിക്കറ്റ് ഉറപ്പായി. അത്തള വിത്തള തവളാച്ചി ലാഗാവുന്നുണ്ടോ? പറയുന്നുണ്ട് അവരെ മാറ്റിട്ട് എന്നോട് കളിക്കേ. ഓ ഇതാര് ഇവരെങ്ങനെ ഉണ്ട്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ലൈറ്റ് പോയാ? ഇവരെങ്ങനെ ഉണ്ട് ഞാൻ ചോദിക്കട്ടെ, ഒന്ന് പോസ്റ്റ് ചെയ്ത. എനിക്കൊരു ഒപ്പീനിയൻ വേണം, എനിക്കൊരു ഒപ്പീനിയൻ വേണം. എല്ലാരും പറയണം, എല്ലാരും ഫാൻ വേണം. ഇവരെങ്ങനെ ഉണ്ട്? ഇവരെങ്ങനെ ഉണ്ട്? ഇവനെങ്ങനെ ഉണ്ട്? ഡബിൾ ആണ് അല്ലാതോ? നിങ്ങൾ പറ, ഇവനെങ്ങനാ? ലൈറ്റ് പോയാ? WRL വണ്ടി വന്ന് നോക്കി, വണ്ടി വന്ന് നോക്കി. അങ്ങനെയാണ് ഇവനും കൂട്ടിട്ട് പോയാൽ നമുക്ക് ഇവനും കൊണ്ടുപോയാൽ. അവിടെ മോനെ, നീ വേറെ എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടെങ്കിലും നീ ക്യാമറ ഇങ്ങോട്ട് പിടിക്കണം, മനസ്സിലാവും? നീ ആദ്യമായിട്ട് IRL ക്യാമറ പിടിക്കുന്നത് എനിക്ക് അറിയാം. പക്ഷെ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ വെച്ചാൽ നീ അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് നീ അങ്ങോട്ട് പോയിക്കണം. സ്ക്രീനിൽ നോക്കണമെന്നില്ല. സ്ക്രീനിലോ ആരാ മമ്മൂന് ചാൻഡ് ചെയ്യുന്ന ആരാ? ഇല്ലടാ മുത്തേ, നിന്നെ എല്ലാരും എല്ലാം പറയുന്നു. സോറിടാ എല്ലാരും ചാറ്റിലെല്ലാം ഡബ്ല്യു മൈൻഡ് സെറ്റ്. പാട്ടോ ഈ ഭാഗത്ത് കുറച്ച് വലിയ, ഈ ഭാഗത്ത് കുറച്ചുകൂടെ അല്ലേ ഒന്നുകൂടി സ്പേസ് കിട്ടൂല. അഖില ഇതാര്? എന്തൊരു കോമാളിയാണ് ഇവൻ. എടാ ഞാൻ നിന്നെ പോലെ തെരുവിലെ കോമാളിയല്ലടാ, തെരുവ് നടക്കാനാ. ഇവരെന്തായാലും എന്ത് ഡ്രസ് എന്താ കളിക്കുന്നത്? നമ്മളെ കൂടി നാളെ കൊടുത്ത് എനിക്ക് കൊറേ ആഗ്രഹങ്ങളുണ്ടല്ലോ. ഞാൻ അടുത്തൊരാൾ ആഗ്രഹം ചോദിക്കും. പറഞ്ഞോ എന്തോ വെബ്സൈറ്റ് വന്നു. ഓക്കെ മമ്മൂനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ലൈവിൽ മാത്രമേ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, അവിടെ ക്യാമറമാനോടെ ക്യാമറമാൻ ക്രൗഡിൽ ഒരാളായി മാറി. അതായത് ഇവന് ഇവിടെ അല്ല ഉള്ളത്. ക്യാമറമാൻ ബ്രോ, കാര്യമല്ല. ക്യാമറമാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചതാണ്. ഇത് കഴിഞ്ഞ് പഠിപ്പിച്ചതാണ്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ലൈവിൽ മാത്രം
ഒരു മിനിറ്റ് പോസ് ചെയ്യും. ഒരു ഒപ്പീനിയൻ കൂടി എടുക്കാണ്ട്. എടാ ഒരു ഒപ്പീനിയൻ കൂടി എടുക്കാണ്ട്. ഞാനിത് ഗൈസ് ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ് അനങ്ങാണ്ട് ഒന്ന് ചോദിക്കട്ടെ. ഞാനിത് മറ്റേ കമ്പ്യൂട്ടറിന് മുന്നിൽ ലൈവ് ചെയ്യുമ്പോൾ മാത്രമേ ചോദിക്കലുള്ളൂ. ഞാൻ ഇങ്ങനെ റിയൽ ഓഡിയൻസിനോട് ഇത് ചോദിച്ചില്ല. മമ്മൂനെ ലൈവിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം? മമ്മൂനൊരു പാട്ട് ഞാൻ ഇപ്പൊ കാണിച്ചെന്നില്ല, അതുപോലെയാണ് ക്യാമറ ഓടിക്കണം. മനസ്സിലാ? ആൾക്കാരോട് ഞാൻ അഭിപ്രായം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കാണിക്കണം, എന്നെ മാത്രം കാണിച്ചാൽ പോരാ. അവരെന്താ റിപ്ലൈ തരുന്നതെന്നും കൂടി കാണിക്കണം. ഞാൻ വഴിയെ പഠിപ്പിച്ചു തരാം. ഓക്കെ, എനിവേസ് എന്തായിരുന്നു? മമ്മൂന് ഡാൻസ് കളിക്കണം. ഓക്കെ, മമ്മൂ ഡാൻസ് കളിക്കണം. ഓക്കെ, എല്ലാരും മമ്മൂനെ ഒന്നിച്ച് കളിച്ചപ്പോ വണ്ടി വന്നാൽ നോക്കണം ആരെങ്കിലും. ആ ആൾക്കാർ പറയുന്ന മമ്മു തിരിച്ചു കയറാനാണ്. അതായത് റിയൽ ലൈഫ് ഓഡിയൻസ് അങ്ങനെ പറയുന്നത്, ലൈവിൽ അങ്ങനെയല്ല. ലൈവിൽ എന്താ പറയുന്നത്? മമ്മു കളിക്കട്ടെ, കളിക്കാം. മമ്മൂലിപ്പോ സ്ഥിരം ഒരു സ്റ്റെപ്പ് ഉണ്ടാവുമ്പോ ഇപ്പൊ കളിക്കാം. വണ്ടിയോടെ എന്നാ പെട്ടെന്ന് മുന്നോട്ടാ അടിക്ക്. എന്താ ഇവിടെ കളിച്ചോ വണ്ടിന്റെ അടുത്തേക്ക്. എടാ ഞാൻ എന്നെ കേട്ടില്ല. അത് ഞാൻ അതിനയക്കില്ല. ഒരു മിനിറ്റ് ഒറ്റയുണ്ട്. ഒന്ന് എടാ സ്റ്റെപ്പ് വീഴും വീഴല്ലേ.
ഒരു മിനിറ്റ് അവിടെ നിൽക്കണം. റോഡ് ബ്ലോക്ക് ആവും, സീനാവും, റോഡ് ബ്ലോക്ക് ആവും. മക്കളെ ഹലോ 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 കുട്ടികളെ മാറി നിൽക്കൂ. ഹലോ നമുക്ക് ഇവിടുന്ന് ഒഴിവാ, തൽക്കാലം നമുക്ക് ഇവിടുന്ന് പോവാം. കാരണം പോലീസ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് പോവാം. താങ്ക് യു ബ്രോ, താങ്ക് യു. ഫ്രണ്ടില് അല്ല, ഫ്രണ്ടില് ക്യാമറമാൻ ഫ്രണ്ടില് വാ. അല്ല, ഫ്രണ്ടിലാരാള് കയറ്. ബാക്കിലൊരാൾ കയറ്. ആദില് എടാ മമ്മു ആദില് ബാക്കി പോ. ജാസിനെ ഒഴിവാക്കി നമ്മള് പോയെന്ന്. ജാസിനെ കാണുന്നില്ല. എങ്ങോട്ടേക്കാ? അല്ല, അവിടെ സീനാ. ബിൽഡിംഗ് ഉണ്ടോ? നോക്കിയാ ചാക്കെടുത്തിരുന്നോളെ അതിന് പോ. നോക്കിയാ അതിനങ്ങോട്ടിരുന്നേ. ഓക്കെ, ലെറ്റ്സ് ഗോ. താങ്ക് യു. ഓക്കെ ഓ പൊളി എടാ ഫോണ് പോലെ പുറത്തോണ്ട. അല്ല, ഓൺ ചെയ്യാം. ഒന്ന് രക്ഷപ്പെടുത്ത ഇവിടുന്ന്. നേരെടുത്തോ. എടങ്ങ് പോവാ, ഊട്ടിയിലേക്കാ, കൊടൈക്കനാലോ, എടങ്ങ് പോവാ. വിട്ടോ പൊന്നു മോനെ, നേരെ കൊച്ചിയിലേക്ക് പോയിക്കോ. വിട്ടോ. എന്റെ മോനെ ബാക്ക് സൈഡിൽ പോയി. എത്ര പ്രാവശ്യം ആൾക്കാർ പിടിക്കുന്ന ആടിയിടിയല്ലോ. ആണോ? ഇത് നെറ്റ് ഓക്കെ നോക്കട്ടെ. ഒരു മിനിറ്റ്. എന്റെ മുത്ത എന്റെ ജീവിതത്തില് ഒരു മിനിറ്റ്. നെറ്റ് ഓക്കെ അല്ല, ഒരു മിനിറ്റ്. 39,000 kbps അല്ല, 4,000. എടാ നമ്മുടെ സ്പീക്കറൊക്കെ ഉണ്ടോ? എന്റെ തോർത്തെല്ലാം പോയിട്ടാ. അതൊന്ന് പിടിച്ച. ഏയ് എടാ നോക്കടാ, വണ്ടി അടിക്കും കേട്ടെ. നമ്മളെന്തെല്ലാം ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തതാ. ആര് കാര്യം പറയട്ടെ, ഇതിന്റെ ഇരട്ടിയാന്ന് മലപ്പുറം. കോഴിക്കോട്. പക്ഷെ കൊച്ചിയിൽ ഇതിന്റെ പകുതി പോലെ ഉണ്ടാവില്ല. ഇത് പിരാന്തന്മാരുടെ കോഴിക്കോട്. അല്ലല്ല, ഇതിലും പിരാന്തന്മാരുടെ ഉള്ളത്.
നീ മലപ്പുറത്ത് തരണം, അതാണ് ശരിയായ ക്രൗഡ്. മലപ്പുറത്ത് നോക്കണം വണ്ടി വേറെ സീൻ ഉണ്ട്. അയ്യോ നോക്കട്ടെ എങ്ങനെ ബൈക്കിലെല്ലാരും ആണോ ഇതാര് നമ്മ എങ്ങോട്ടേക്ക് പോകുന്നതാകുമ്പോ എടാ ഇവന് നീ ആ മറ്റേ ആ സ്ഥലം ഞാൻ പറഞ്ഞ സ്പീഡിൽ ഓടിച്ച് നമുക്ക് എവിടെയെങ്കിലും ഒളിക്കാൻ നൽകാലോ. ഇല്ലല്ല ഒരു സ്പേസ് ഉണ്ട്, ഒരു സ്ഥലമുണ്ട് നമുക്കൊരു ഹൈഡ് ഔട്ട് ഉണ്ട്. ഹൈഡ് ഔട്ട് പരിപാടി പോലെ അത് കുഴപ്പമില്ല, നമുക്ക് നേരെ കേറിയിട്ട് ആടെ ഒന്ന് ലോക്ക് ചെയ്താൽ മതി. മനസ്സിലാവും. അപ്പൊ നമ്മളൊരു ഹൈഡ് ഔട്ടിലേക്ക് ഹൈഡ് ചെയ്യുന്നത് ബാക്കിൽ മൊത്തം ഒരു 10 വണ്ടി ആൾക്കാർ. പരിപാടി പോലെ UDF മറ്റേ മാർക്കിച്ചൊക്കെ പരിപാടി നടത്തി എങ്ങനെ ഉണ്ടാവും ബാക്കില് അതേമാതിരി വണ്ടി നോക്ക്